ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുരാരി ബാബുവിനെ ഇഡി ചോദ്യം ചെയ്യുന്നു. കൊച്ചി ഇഡി ഓഫീസിൽ രാവിലെ 10 മണിയോടെയാണ് ഹാജരായത്. കേസിൽ ഇഡി ചോദ്യം ചെയ്യുന്ന ആദ്യത്തെ ആളാണ് ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു. സ്വർണ്ണപ്പാളികൾ ചെമ്പ് പാളികളെന്ന് രേഖപ്പെടുത്തിയത് മുരാരി ബാബു ആയിരുന്നു. SIT രജിസ്റ്റർ ചെയ്ത ദ്വാരപാലക ശില്പപാളികളിലെ സ്വർണം കവർന്ന കേസിൽ 2ാം പ്രതിയും കട്ടിളപ്പാളി കേസിൽ 6ാം പ്രതിയുമാണ് മുരാരി ബാബു. ശില്പപാളികൾ ഔദ്യോഗിക രേഖകളിൽ ചെമ്പെന്ന് മനഃപൂർവ്വം രേഖപ്പെടുത്തിയത് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ആണെന്ന് SIT കണ്ടെത്തിയിരുന്നു. കേസിൽ ഒക്ടോബർ 22-ന് അറസ്റ്റിലായി റിമാൻഡിലായിരുന്ന മുരാരി ബാബുവിന് 90 ദിവസത്തിനുള്ളിൽ SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവിക ജാമ്യം ലഭിക്കുകയായിരുന്നു. മുരാരി ബാബുവിന് പുറമെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാർ, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ എന്നിവരെയും ചോദ്യം ചെയ്യും. അറസ്റ്റിലായിരുന്ന ഇരുവരും ജാമ്യത്തിലാണുള്ളത്. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഇഡി ചോദ്യം ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സമൻസ് ലഭിച്ചിരുന്നെങ്കിലും കോടതിയുടെ ജാമ്യവ്യവസ്ഥയനുസരിച്ച് SITക്ക് മുന്നിൽ ഹാജരാകേണ്ടതിനാൽ മുരാരി ബാബു ഹാജരായിരുന്നില്ല. ജനം, കൊച്ചി.